നമ്മൾ ആഫ്റ്റർ 1 year we are gonna give a surprise visit to my home. അപ്പോൾ ഇതൊരു സർപ്രൈസ് വീഡിയോ ആണ്. വീട്ടിലുള്ളവർക്ക് ആർക്കും അറിയണ്ടായിരുന്നില്ല ഞാൻ നാട്ടിലേക്ക് പോകുന്നത്. ജസ്റ്റ് ഇങ്ങനൊരു ഹിഡൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ എന്നാണ് വരുന്നത് കറക്റ്റായിട്ട് വീട്ടുകാർക്ക് അറിയണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് ലൈക്ക് ഫുള്ളി ഒരു സർപ്രൈസ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ എൻ്റെ വീട്ടുകാർക്ക് ഇത്. പക്ഷേ ഇറ്റ് വാസ് എ ലോങ് ജേർണി. ഞാൻ വിചാരിച്ചപ്പോൾ അത്ര ഈസി ആയിട്ടുള്ള ഒരു ജേർണി ആയിരുന്നില്ല. അപ്പോൾ എനിക്ക് ഇവിടുന്ന് രാത്രി 8 മണിക്കായിരുന്നു ബസ്. അത് നമ്മുടെ ലാസ്റ്റ് ബസ്സാണ് എൻ്റെ മിയാസാക്കിയിൽ നിന്ന് ടു ഫുക്കോക്കയിലോട്ടേക്കുള്ളത്. ഫുക്കോക്കയിൽ നിന്നാണ് എനിക്ക് ഫ്ലൈറ്റ് ഉള്ളത് ടു സിംഗപ്പൂർ ആൻഡ് ഫ്രം സിംഗപ്പൂർ ടു കൊച്ചി, ഫ്രം കൊച്ചി ടു വയനാട്, കോഴിക്കോട് ടു വയനാട്. ഇങ്ങനെയാണ് ഞാൻ പോകണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും എത്രയും വലിയൊരു ലോങ് ജേർണിയാണ് ഞാൻ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. എനിക്ക് ഇവിടുത്തെ ബസ് ജേണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം നമ്മളെ ഭയങ്കര കംഫർട്ടബിളാണ്. ഇതുപോലത്തെ വാഷ്റൂംസ് ലൈക്ക് നമുക്ക് സർവീസ് ഏരിയസിൽ ഇങ്ങനെ നിർത്തിട്ട്. അപ്പോൾ 4 അവറിൻ്റെ ബസ്സാണെന്നുണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഒരു 4 സ്റ്റോപ്പ് ഉണ്ടാവും. അപ്പോൾ ഒരു 30-45 മിനിറ്റ്സിൻ്റെ ഇൻ ബിറ്റ്വീൻ നമുക്ക് ഓരോ സർവീസ് സ്റ്റേഷൻസിലും ഇവർ നിർത്തി തരും. വാഷ്റൂം യൂസ് ചെയ്യാം, നമുക്ക് കോഫീസൊക്കെ മേടിക്കണമെങ്കിൽ കമ്പനിയിൽ നിന്ന് മേടിക്കാം. എനിക്കൊന്നത് നമ്മുടെ സെക്കൻഡ് സ്റ്റോപ്പാണ്. പിന്നെ ഞാൻ ഫുക്കോക്കയിൽ എത്തിയതിന് ശേഷമാണ് കേട്ടോ വീഡിയോ കണ്ടിന്യൂ ചെയ്തെടുക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 12 സംതിങ് ആയിട്ട്. സോ ഗൈസ് നമ്മളിതാ ഫുക്കോക്കയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. ബട്ട് സാരമില്ല, നമ്മൾ ഏകദേശം ഒരു 1 മണി ആവാനായി രാത്രി എത്തിയിട്ടുണ്ട്. ഇനിയുള്ള റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം എന്നറിയത്തില്ല. സോ ഐ എം ജസ്റ്റ് സ്റ്റാൻഡിങ് ഹിയർ. ഇനിയിപ്പോൾ നേരം വെളുക്കണം ഏകദേശം ഒരു ഐഡിയ കിട്ടണമെങ്കിൽ. എനിക്ക് എന്തായാലും എയർപോർട്ടിലേക്കാണ് പോകുന്നത്. എന്തായാലും ഇപ്പോൾ ബസ്സില്ല. രാത്രി ഇനിയിപ്പോൾ രാവിലെ ആവണം ബസ്, ലൈക്ക് ഒരു 6 o'clock ആവണം. സോ വിൽ വെയിറ്റ്. കാറിൻ്റെയും ബൈക്കിൻ്റെയും ഒരു കള്ളിയാണ് കേട്ടോ. ഞാനിങ്ങനെ വരുമ്പോൾ ഓരോ ഷോറൂമൊക്കെ കാണുമ്പോൾ ലൈക്ക് എന്തോ അടിപൊളി കാറുകളൊക്കെയാണ് ഇവിടെ കിടക്കുന്നത്. ദിസ് ഈസ് വൈ ഐ ജസ്റ്റ് ലവ് ജപ്പാൻ. സീരിയസ്ലി ലൈക്ക് ഇഷ്ടം പോലെ കാറുകൾ. ഇപ്പം ഞാനിവിടെ വന്നിട്ട് ഒരു 5 മിനിറ്റ് നിൽക്കുന്നുള്ളൂ. ഏതൊക്കെയാണ് പോകുന്നതെന്ന് പോലും സത്യമായി എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ നല്ല രസമുണ്ട് കണ്ടു നിൽക്കാൻ. സോ അയ്യോ ശരിക്കും നല്ല മടുത്തു കേട്ടോ. ബട്ട് ലൈറ്റില്ല, എനിക്കും നല്ല രീതിക്ക് മടുത്തു കേട്ടോ. ഒച്ച ക്ലിയർ ആണോയെന്ന് എനിക്കറിയില്ല. ബട്ട് എങ്ങനെയൊക്കെയോ തപ്പി കുറച്ച് നേരം നടന്ന് ഞാനിപ്പോൾ ഇരിക്കാനുള്ളൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ഞാൻ ഇപ്പോൾ 1 മണിയാണ് സമയം. ഞാൻ ഇവിടെ ഇരിക്കാൻ പോവുകയാണ്. നമുക്കിനി രാവിലെ ആവണം. അപ്പോൾ ഒരു 5-5:30 ആകുമ്പോൾ നമുക്ക് ബസ് സ്റ്റേഷൻ കണ്ടുപിടിച്ച് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഗൈസ് ഇവിടെ അത്ര സേഫ് അല്ല കേട്ടോ. ഇവിടെ ഇപ്പോൾ ഞാൻ വന്നിരുന്നിട്ട് തന്നെ അത്യാവശ്യം കുറച്ച് ആൾക്കാർ വെള്ളമടിച്ചിട്ടൊക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നു. ഭയങ്കര ഒരുമാതിരി നോട്ടൊക്കെ നോക്കുന്നു. ഞാൻ നിൽക്കുന്ന സ്ഥലം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫുക്കുക്ക ഇസ് നോട്ട് ദാറ്റ് സേഫ്. ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ട് കേട്ടോ. ബട്ട് സ്റ്റിൽ കുഴപ്പമില്ല. വി ഹാവ് ടു സർവൈവ്. എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇരിക്കാം. അമ്മേ. സോ ഹായ് ഗായ്സ്, ഞാൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. ഇപ്പോൾ ഇവിടെ സമയം 3:30 ആവുന്നു രാവിലെ. നമുക്കൊരു 4-5 മണിയാകുമ്പോൾ ഇനി ഇവിടുന്ന് പതുക്കെ ബസ് കയറുന്നിടത്തേക്ക് പോകാം. സേഫ് എന്നല്ല എന്ന് തോന്നി. പക്ഷെ എങ്ങനെയൊക്കെ ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ടോ. കാരണം എനിക്ക് പറ്റുന്നില്ല. ഞാൻ കുറച്ച് നേരം ഇരുന്ന് ഉറങ്ങി. ഒരു 2 hours ഞാൻ ഉറങ്ങിപ്പോൾ. നല്ലൊരു സുഖമുണ്ട്. ബസ്സിലൊന്നും ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. സോ ഇനി നമുക്ക് ബസ് കയറാനടുത്തേക്ക് പോവാം. ഒരു മണിക്കൂറും കൂടെ കഴിഞ്ഞിട്ട്. വെളിച്ചമില്ലെന്ന് പറയാം. ലൈക്ക് എനിക്കിപ്പോൾ തന്നെ കാലൊക്കെ നല്ല രീതിക്ക് ഇതാവുന്നുണ്ട് കേട്ടോ. ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. വേദന എടുക്കുന്നുണ്ട്.
സോ ഗൈസ് നമ്മളിപ്പോൾ ലൈക്ക് അപ്പുറത്തുനിന്ന് ഇപ്പുറ സൈഡിലേക്ക് വന്ന് ഇവിടെ നിന്നാണ് എനിക്ക് എയർപോർട്ടിലേക്കുള്ള ബസ്സുള്ളത്. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. സമയം 6 മണി ആവാൻ പോയിക്കൊണ്ടിരിക്കുന്നു, 5:17. ഓക്കെ, സോ വിൽ വെയിറ്റ്. തണുപ്പുണ്ട് കേട്ടോ. എനിക്ക് തണുപ്പ് വരുമ്പോൾ തന്നെ ഡിപ്രഷനാണ് വരുന്നത്. ഐ ഡോണ്ട് ലൈക്ക് ദിസ് ജപ്പാനത്തെ വിൻ്റർ. ഐ ഡോണ്ട് നോ വൈ. പക്ഷെ മേ ബി ഈ ഒരു ഇയർകോട് കൂടി യൂസ്ഡ് ആവുമായിരിക്കും. ബട്ട് സ്റ്റിൽ ഐ എം ജസ്റ്റ് ലൈക്ക് അഫ്രൈഡ് ഓഫ് വിൻ്റർ സീസൺ. ഇവിടെ ഐ എം എക്സൈറ്റഡ് ടു, ബിക്കോസ് നാളെ ഞാൻ ഈ സമയത്ത് വീട്ടിലെത്തും. സോ ഗൈസ്, ഞാൻ നേരം വെളുത്ത് വരുന്നുണ്ട്. ഐ എം ഗെറ്റിംഗ് എക്സൈറ്റഡ് ടു, ബിക്കോസ് ഞാൻ രാത്രി വീട്ടിലെത്തും. നാളെ രാവിലെ വീട്ടിലെത്തും. സോ ഐ എം എക്സൈറ്റഡ്. നല്ല നേരം വെളുത്ത് വരുന്നുണ്ട്. നമുക്ക് ബസ് ഒരു ഹാഫ് ആൻ അവറിൽ വരും. ആ ബസ് കയറിയിട്ട് നേരെ എയർപോർട്ടിൽ പോവാം. സെൽഫ് ചെക്കിങ്ങിനാണ്, അപ്പോൾ അതൊക്കെ ചെയ്യണം. കുറേ പണികൾ കിടക്കുന്നുണ്ട്. എല്ലാം സെറ്റിൽ ആയതിനു ശേഷം ഞാൻ വീടെടുക്കാം. ഓക്കെ, ബൈ. അങ്ങനെ ഫുക്കോക്കയിൽ നമ്മൾ എത്തിയതിന് ശേഷം പിന്നെ നല്ലൊരു ലോങ് വെയിറ്റിംഗ് ആയിരുന്നു എനിക്ക്. അവിടുത്തെ 6:30 കേട്ടോ എനിക്ക് ബസ് ഉണ്ടായിരുന്നത് ടു നമ്മുടെ ഇൻ്റർനാഷണൽ ടെർമിനലിലോട്ടേക്കുള്ളത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അതിനിടയിൽ ഞാനിങ്ങനെ കുറേ കാഴ്ചകൾ കാണുന്നുണ്ടായിരുന്നു. ഇത് ഏർലി മോർണിംഗ് തന്നെ നമ്മൾ ജപ്പാനിലുള്ള റോഡുകളൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്ന വണ്ടിയാണ്. ഇത് ആ സൈഡിൽ കൂടി പോകും, ഈ സൈഡിൽ കൂടി പോകും. സൈഡ് ഫുള്ളും വെള്ളം ഒഴിച്ചിട്ടാണ് അത് വാഷ് ചെയ്ത് കളയുന്നത്. പിന്നെ ഞാൻ എയർപോർട്ടിലെത്തി ചെക്കിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നത്. ആൻഡ് അതിനുശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ഐ ജസ്റ്റ് വെൻറ്റ് ഒരു വെൻഡിങ് മെഷീനിൽ ഞാനൊരു ഡോണറ്റും ഒരു ജ്യൂസൊക്കെ എടുത്തിട്ട് അതായിരുന്നു എൻ്റെ ഫസ്റ്റത്തെ മീൽ അന്നത്തത് വരുന്നത്. പിന്നെ നേരെ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും 10:30 I guess അപ്പോഴായിരുന്നു എനിക്ക് എൻ്റെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. ഈ എയർപോർട്ട് മോർണിംഗ് ഓപ്പൺ ചെയ്യുള്ളൂ കേട്ടോ, ലൈക്ക് നിയർലി 7 സംതിങ് ആകുമ്പോൾ. അതുകൊണ്ടാണ് മോർണിംഗ് ഞാൻ എയർപോർട്ടിലേക്ക് വന്നത്. ആൻഡ് പിന്നെ ഫ്ലൈറ്റ് കയറി ഐ വാസ് ലൈക്ക് ലിറ്ററലി ടെൻസ്ഡ്. പിന്നെ നാട്ടിൽ പോകണ എക്സൈറ്റ്മെൻറ്റും. പക്ഷേ എനിക്ക് പോകുമ്പോൾ അത്ര ലേ ഓവർ ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് ലൈക്ക് നിയർലി 5 hours I guess. അതുകൊണ്ട് തന്നെ ആ സമാധാനം ഉണ്ടായിരുന്നു. ഓക്കെ, ഒരുപാട് ടൈം നമുക്ക് സിംഗപ്പൂരിൽ ഇരിക്കേണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം എനിക്കുണ്ടായിരുന്നു. പിന്നെ ഫുക്കോക്കയിൽ നിന്ന് സിംഗപ്പൂരിലോട്ട് ഉള്ള ഫ്ലൈറ്റ് ആയിരുന്നു കുറച്ച് ലോങ് ഫ്ലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 7 hours നിയർലി ഉണ്ടായിരുന്നു. ഫ്രം സിംഗപ്പൂർ ടു കൊച്ചി എനിക്ക് നിയർലി ഒരു 5 hours അടുത്തേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ലേവർ പെട്ടെന്ന് കഴിയും എന്നുള്ളൊരു സമാധാനവും എനിക്കുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഫ്ലൈറ്റ് കയറി ഇരുന്നതേ ഓർമ്മയുള്ളൂ. എനിക്ക് തോന്നുന്നു ഞാൻ കൊച്ചിയിൽ നിന്ന് സിംഗപ്പൂരിൽ നിന്ന് കൊച്ചിയിലോട്ട് കയറിയ ഫ്ലൈറ്റിനേക്കാളും എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുണ്ടായിരുന്നു ഞാൻ ഫുക്കോക്കയിൽ നിന്ന് സിംഗപ്പൂരിലോട്ട് കയറിയ ഫ്ലൈറ്റാണ്. കാരണം ആ ഫ്ലൈറ്റിൽ ഫുള്ളും ജാപ്പനീസ് പീപ്പിൾ തന്നെയായിരുന്നു കേട്ടോ. എൻ്റെ അടുത്തിട്ടുണ്ടായിരുന്നൊക്കെ ജാപ്പനീസ് പീപ്പിൾ തന്നെയായിരുന്നു. സോ ഐ വാസ് ലിറ്ററലി വെരി മച്ച് കംഫർട്ടബിൾ വിത്ത് ദം. ആസ് ഒരു നോയ്സ് ഉണ്ടാക്കില്ല, ഭയങ്കര കംഫർട്ടബിളായിട്ടായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നു ഞാൻ. പിന്നെ ഫുഡ് ഞാൻ ഓൾറെഡി എനിക്ക് ഏതായിരുന്നു വേണ്ടതെന്ന് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് എൻ ഹിന്ദു നോൺ വെജ് മീലായിരുന്നു. പിന്നെ ഞാൻ ഫുള്ളും എക്സൈറ്റ്മെൻറ്റിൽ എൻ്റെ കുറേ ഹോബീസായിട്ടുള്ള കുറച്ച് കാര്യമുണ്ട്, ബുക്സ് എഴുതുക, അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ അതിനിടയിൽ എനിക്കിങ്ങനെ സങ്കടവും വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ലിറ്ററലി നല്ല സങ്കടം വരുന്നുണ്ടായിരുന്നു കേട്ടോ. അമ്മേനെ കാണണം, വീട്ടുകാരെ കാണണം, ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല എക്സൈറ്റഡ് ആണോ പറയുക, വിഷമമാണോ എന്താണെന്ന് അറിയുന്നില്ല എനിക്കത് പറയാൻ പ്രോപ്പറായിട്ട്. ആൻഡ് കുറേ മൂവീസൊക്കെ കണ്ടിരിക്കാൻ ഞാൻ ട്രൈ ചെയ്തെങ്കിലും എന്നോട് അതിനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് അത്യാവശ്യം ടർബുലൻസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു സിംഗപ്പൂരൊക്കെ എത്താനായപ്പോഴത്തേക്കും. അങ്ങനെ ഞാൻ സിംഗപ്പൂർ എയർപോർട്ടിലെത്തി. ഞാൻ പറഞ്ഞില്ലേ 5 hours ലേ ഓവർ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒരുപാട് സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഞാൻ ഇറങ്ങി എനിക്ക് എൻ്റെ എൻ്റെ ഗേറ്റിലോട്ട് പോകാനുണ്ടായിരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ജസ്റ്റ് നോക്കി ടൈമൊക്കെ നോക്കിയിട്ട് ഞാൻ എൻ്റെ ഗേറ്റിൻ്റെ അങ്ങോട്ടേക്ക് പോയി അവിടെ ഇരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എവിടെ പോയി നമ്മൾ ഇരുന്ന് കഴിഞ്ഞാലും കുറേ ആൾക്കാരെ പരിചയപ്പെടുമല്ലോ. സോ ആഫ്റ്റർ
1 year നാട്ടിൽ പോകുന്നു. അതും കൊച്ചിയിലോട്ടാണ് ഫസ്റ്റ് തന്നെ പോകുന്നത്. ഐ എം സോ എക്സൈറ്റഡ്. ബട്ട് മോർ ദാൻ എക്സൈറ്റ്മെൻറ്റ് കുറച്ച് ടെൻഷനുണ്ട് കേട്ടോ. കാരണം ഒറ്റയ്ക്കെല്ലാം ഹാൻഡിൽ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ചെറിയ ടെൻഷൻ. ഇവിടെ എത്തിയപ്പോഴത്തേക്കും മലയാളമൊക്കെ അങ്ങനെ കേട്ട് തുടങ്ങിയപ്പോഴത്തേക്കുണ്ടല്ലോ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം എന്താ പറയുക, ഭയങ്കര ഒരു ഹാപ്പിനെസ് ഇല്ലേ. അതായത് ഒരു വർഷത്തിന് ശേഷം നമ്മളെ നാട്ടിലെത്തിയൊരു ഫീല്, നാട്ടുകാരെ കാണുക അല്ലെങ്കിൽ നാട്ടിലുള്ള ആൾക്കാരുടെ സൗണ്ട് കേൾക്കുക എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ഫീലായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ വീട്ടിൽ പോകുന്ന അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്കായിരുന്നു വീട് വരെയും ട്രാവൽ ചെയ്യുന്നുണ്ടായിരുന്നത്. സോ കൊച്ചിയിൽ എയർപോർട്ടിലെത്തിയപ്പോഴേക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഐ വാസ് ലൈക്ക് സാരല്ല, തിരിച്ച് വരുമ്പോഴെങ്കിലും അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം സർപ്രൈസ് അല്ലാണ്ട് പോകുമ്പോൾ അവരെന്നെ കൂട്ടാൻ വരുമല്ലോ എന്നുള്ളതായിരുന്നു. പിന്നെ ഞാൻ എത്തി, ഊബർ ബുക്ക് ചെയ്ത് ഒരു 15 to 20 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴേക്കും ഊബർ വന്നു. അങ്ങനെ നേരെ അവർ നമ്മളെ ബസ് സ്റ്റേഷനിൽ കൊണ്ട് ഇറക്കി വിട്ടു. പിന്നെ എറണാകുളം സൗത്ത് ബസ് സ്റ്റേഷൻ നമുക്കറിയാത്തതല്ലല്ലോ, എന്നാലും അന്ന് ലിറ്ററലി മനുഷ്യന്മാരെ ലൈക്ക് വാട്ട് ടു സേ, ലേഡീസേ ഉണ്ടായിരുന്നില്ല. ഫുള്ളും ജെൻസായിരുന്നു. ലേറ്റ് നൈറ്റും അല്ലായിരുന്നു. അപ്പോൾ എനിക്ക് നല്ലൊരു പേടി ഉണ്ടായിരുന്നു. എനിക്ക് ഒരു 12 മണിൻ്റെ സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ജപ്പാൻ പോലത്തെ ഒരു സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് എനിക്ക് അങ്ങനെ ഒരു നോയ്സി പ്ലേസിലോട്ട് വന്നപ്പോഴത്തേക്കും ആരും ഇല്ല. ആൻഡ് എന്തോ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് വീഡിയോയിൽ പറയുമ്പോൾ മേ ബി അത് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ പിന്നെ കാലിക്കറ്റിൽ നിന്ന് ഞാൻ ഒരു രാവിലെ ഒരു 8 മണിക്കാണ് ബസ് കയറിയത്. നേരെ ടുവേർഡ്സ് മേപ്പാടിയിലോട്ടാണ്. ഈ ഒരു ചുരമൊക്കെ കയറുമ്പോൾ എനിക്ക് കിട്ടിയൊരു സമാധാനം, സന്തോഷമൊക്കെ ഉണ്ടല്ലോ. ഇറ്റ് വാസ് വേറെ തന്നെ ഒരു വൈബായിരുന്നു. വൈബ് എന്ന് പറയുന്നേക്കാളും നാട്ടിലേക്ക് പോവുകയാണ് എന്നുള്ളൊരു, എനിക്ക് കൊച്ചിയിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നുണ്ടായിരുന്ന ഒരു ഫീലാണ് ഉണ്ടായിരുന്നത്. ജപ്പാനിൽ നിന്ന് വയനാട്ടിലേക്കാണ് വന്നത്. അപ്പോൾ ഇനി വരുന്ന വീഡിയോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരുടെ ഉള്ള കുറച്ച് വീഡിയോസും സർപ്രൈസ് വ്ളോഗ്സൊക്കെയാണ് ഞാൻ അടുത്തത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത്. സോ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നേരെ അമ്മേനെ സർപ്രൈസ് ചെയ്യാനാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടുത്ത വ്ളോഗിൽ ഞാനത് ഇടാം കേട്ടോ.